സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ ചീരു, നീ കരയല്ലേ? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? കല്യാണത്തിന് വരില്ലെന്ന് സത്യേട്ടൻ എനിക്ക് ഉറപ്പ് തന്നതാ. പിന്നെ എന്തിനാ? ചീരു, നീ കണ്ണു തുടയ്ക്ക്. സത്യൻ അമ്മയും സോനയും കൊണ്ടുവരാൻ വേണ്ടി വന്നതായിരിക്കും. എനിക്കതൊന്നും അറിയണ്ട ചേച്ചി. എന്റെ താലികെട്ട് നടക്കുമ്പോ സത്യേട്ടൻ എന്റെ കൺമുന്നിൽ ഉണ്ടാവരുത്. സത്യേട്ടനെ കണ്ട പിന്നെ എന്റെ മനസ്സ് പൊട്ടിപ്പോവും. ഇല്ല മോളെ, അവൻ അവിടെ ഉണ്ടാവരുതെന്ന് ഞാൻ രഘുവേട്ടനോട് പറഞ്ഞോളാം. നീ സമാധാനായിട്ടിരിക്കെ. എന്താ എന്തു പറ്റി? ചീരുമോൾ എന്തിനാ കരയുന്നേ? അത് ഒന്നുമില്ല ആന്റി. വീട്ടില് അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ചീരു ആയിരുന്നു. അവള് പോയി കഴിഞ്ഞാ അച്ഛനെ ആര് നോക്കൂന്ന് ആലോചിച്ച് അവള് കരഞ്ഞതാ. അച്ഛൻ 5 മക്കളില്ലേ ചീരു? ആരെങ്കിലും ഒരാളെ എപ്പോഴും അടുത്തുണ്ടാകും. മോള് വിഷമിക്കാതിരിക്കേ. എക്സ്ക്യൂസ് മീ, കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ. ഒന്ന് ചേർന്ന് കുറച്ചുകൂടെ ചേർന്ന്. ഹലോ, ഒന്ന് നേരെ നിൽക്കൂ പ്ലീസ്. ഒന്ന് മുഖം ഉയർത്തുന്നേ. ദേഹത്ത് ടച്ച് ചെയ്യരുത്. മാറി ഇന്ന് ഫോട്ടോ എടുത്താ മതി. എന്താ ഇത്? അതിന് ഞാൻ ടച്ച് ചെയ്തില്ലല്ലോ. കുറച്ച് മുഖം ഒന്ന് ഉയർത്താനല്ലേ പറഞ്ഞോളൂ. ആദ്യം പറയും, പിന്നെ കൈ നീട്ടും, അത് കഴിഞ്ഞ് ടച്ച് ചെയ്യും. എന്തൊരു ദേഷ്യം! ഇതൊന്നും ഇവിടെ വേണ്ട. ദയേ, എന്താ ഇത്? എനിക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഇഷ്ടമല്ല. സോറി, ദയക്ക് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ലാതാ. നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയക്ക് എടുത്തോ. ദയോടൊന്നും പറയണ്ട. മോളെ, നിന്റെ കല്യാണമല്ലേ, ഒന്ന് മുഖം ഉയർത്തി നിൽക്ക്. തന്നെ ഉണ്ടമ്പളി. എന്തുണ്ടെങ്കിലും എല്ലാരും എന്നെ വിളിക്കുന്നേ. നീ കാര്യം എന്താന്ന് പറ.
അയ്യോ, സത്യന് ഞാനാ പൂവായിട്ട് അങ്ങോട്ടേക്ക് അയച്ചത്. ഇപ്പൊ അതപ്പത്തോയോ? അതെ രഘുവേട്ടാ, താലികെട്ട് നടക്കുമ്പോ സത്യൻ അവളുടെ കണ്ണിന്റെ മുമ്പിൽ എവിടെ ഉണ്ടാവരുതെന്ന് ചെലങ്ക പറയുന്നേ. അവള് കാര്യായിരുന്നു രഘുവേട്ടാ. ഞാനത് ഓർത്തില്ല. നീ അവളൊന്ന് സമാധാനിപ്പിക്കാൻ വിളി. താലിയിട്ട് നടക്കുമ്പോ സത്യൻ ഈ പരിസരത്തുണ്ടാവില്ല. ഞാൻ സംസാരിച്ചോളാം അവനോട്. ശരി, ഞങ്ങളെല്ലാരും അങ്ങോട്ട് വന്നോണ്ടിരിക്കാണേ, പെട്ടെന്ന് വേണം. ആ ശരി. പക്ഷെ അവിടെ എല്ലാം റെഡിയാ. സമയമെങ്കിൽ വധുവരന്മാരെ ക്ഷണിക്കാം. വന്നോട്ടെ. ഏറെക്കുറെ സമയമായില്ലേ രാമനാഥ, നമുക്ക് തുടങ്ങിയല്ലോ. ബാലേന്ദ്ര അവരെ വിളിച്ചോ. ഞാൻ മേളക്കാരോട് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. സത്യം വന്നില്ലല്ലോ സോനെ. ചടങ്ങ് ഇപ്പൊ തുടങ്ങും. അവൻ പുറകിലെങ്ങാനും ഇരിപ്പുണ്ടാവും സുശീലേ. ഞാനൊന്ന് പോയി നോക്കിട്ട് വന്നാലോ അമ്മ? വേഗം ചെല്ലേ. എനിക്ക് നിന്നോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ട് സത്യ. പക്ഷേ ചീരുവിന്റെ മനസ്സുകൂടി നമ്മൾ കാണണ്ടേ? എനിക്കറിയാം രഘുവേട്ട, ചീരുന്റെ താലികെട്ടിന് ഞാൻ വരില്ലെന്ന് അവൾക്ക് വാക്ക് കൊടുത്തതാ. അമ്മയും സോനയും ഈ കല്യാണത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ അവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാ രഘുവേട്ടൻ ആ പൂ എന്നെ ഏൽപ്പിച്ചത്. സത്യ, സോറി. ഞാനാ നിന്നെ വിഷമിപ്പിച്ചത്. സോറിയടാ. ഞാൻ പോയിക്കോളാം രഘുവേട്ട. ആരും അറിയാതെ ഞാൻ സ്ഥലം വിട്ടോളാം. സത്യ, രഘുവേട്ടൻ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്നെ ഇനി ഇവിടെ ആരും കാണത്തില്ല.
സത്യ, എടാ എവിടെ ചടങ്ങ് തുടങ്ങാറായി, നീ എങ്ങോട്ട് പോവാ? ഞാനിനി ഇവിടെ ഒന്ന് ശരിയാവില്ല ഇന്ദ്രേട്ടാ. ചീരുന്റെ കഴുത്തില് വേറൊരാൾ താലികിടന്ന് കാണാൻ എനിക്ക് വയ്യ. സത്യ, ചീരുനും എന്നെ ഇവിടെ കാണുന്നത് സങ്കടമാ. ഞാൻ പോവാ ഇന്ദ്രേട്ടാ, പോവാ. സത്യേട്ടൻ പോയി. എനിക്ക് തോന്നി അവസാനം അവനത് ചെയ്യുമെന്ന്. മണവാട്ടികൾ ഒരുങ്ങിട്ട് കൊള്ളാല്ലേ സോനമോളെ? അമ്മേ, സത്യേട്ടൻ അമ്മയെ പറ്റിച്ചിട്ട് പോയതല്ല. പിന്നെ സത്യേട്ടനെ രഘുവേട്ടൻ പറഞ്ഞു വിട്ടതാ. എന്തിന്? അമ്മ പിടിച്ചു വെച്ച സീറ്റിൽ സത്യേട്ടൻ വന്നിരുന്ന പ്രശ്നമാവൂന്ന് പേടിച്ചിട്ടാവും.
പാടി. അവൻ പോയിക്കളഞ്ഞല്ലോടി. അമ്മേ, അവിടെ ചടങ്ങ് തുടങ്ങുമ്പോ അമ്മയും സോന എന്തിനാ ഇറങ്ങിപ്പോന്നത്? എന്റെ മകൻ സത്യനെ ഈ ദുഷ്ടൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറക്കി വിട്ടടാ. നീ എന്തിനാടാ എന്റെ മകനോട് അങ്ങനെ ചെയ്തത്? സത്യൻ ചെലങ്കിയെ ചോദിച്ച് വീട്ടിൽ വന്നപ്പോഴും നീ അവനെ തിരിച്ചയച്ചില്ലടാ. എന്റെ മോൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? എന്തിനാ നിന്റെ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അമ്മേ, അമ്മേ, എന്താ കാണിക്കുന്നേ? വീടമ്മേ. ഇല്ലടാ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്റെ മോൻ ഇവനെ അപമാനിച്ചതിന്റെ ഭ്രാന്ത്. എനിക്ക് ഇവര് പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്തിനാ ഞാൻ എന്ത് ചെയ്തെന്നാ? നിങ്ങൾ സത്യേട്ടനെ എവിടുന്ന് പറഞ്ഞു വിട്ടത് ഞാൻ കണ്ടതാ. സത്യേട്ടൻ നിർബന്ധിച്ചിട്ടാ ഞാനും അമ്മ ഈ കല്യാണത്തിന് പോലും വന്നത്. എന്നിട്ട് അവസാന നിമിഷം സത്യേട്ടനെ പറഞ്ഞു വിട്ടത് വലിയ സങ്കടമായി ഏട്ടാ. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. നീ വാടി. അമ്മേ, അമ്മ ഇത് എങ്ങോട്ടേക്കാ? വഴിന്ന് മാറടാ. എന്റെ മോനെ അപമാനിച്ചു വിട്ടിട്ട് അനന്തമാഷോടെ കല്യാണം ആഘോഷിക്കണ്ട. ചിലങ്ക സത്യനുള്ള പെണ്ണാണെന്ന് ഞാൻ അവിടെ ചെന്ന് വിളിച്ചു പറയൂടാ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? അവിടെ താലിട്ട് കഴിഞ്ഞു. കെട്ടിയ താലി ഞാൻ അഴിപ്പിക്കൂടാ. മാറണം അങ്ങോട്ട്. അമ്മേ, അമ്മേ, നടക്കില്ല അമ്മേ. ചിലങ്കയുടെ ജീവിതം തകർക്കാൻ ഇനി ഞാൻ എന്റെ അമ്മയെ സമ്മതിക്കില്ല. അയ്യോ, അമ്മേ, 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 സോന, അമ്മ, അമ്മേ, 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 എന്താ പറ്റിയേ? എഴുന്നേക്ക. അമ്മേ.
രഘു ചടങ്ങ് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ആ ഇന്ദ്രന്റെ അമ്മേനെത്തിയും പെട്ടെന്ന് ഇറങ്ങി പോണുണ്ടല്ലോ. എന്താ അത്? അവരെന്തൊക്കെയോ പദ്ധതിയായിട്ട് വന്നതാ അങ്കിൾ. അത് നടക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്ദ്രൻ അവിടെ? ആ സ്ത്രീ അവിടെ വെച്ച് തലകർക്ക് അഭിനയിച്ച് വീഴാൻ പോയി. ഇന്ദ്രൻ അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. ഓ, എന്തൊരു ജന്മം ഇത്. അവർക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആശ്വസിക്കാം അങ്കിൾ. നമ്മുടെ ചടങ്ങെല്ലാം ഭംഗിയായി നടന്നല്ലോ. അതെ അതെ അതെ, അത് തന്നെ ഭാഗ്യം. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ല് ചെല്ല്.